പരക്കെ വിതറിക്കിടക്കുകയാണ്. ആലോചിച്ച് നോക്ക്. തുല്യതയില്ലാത്ത രീതിയിലാണ് നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തി. ആലോചിച്ച് നോക്ക്. ഒരിക്കലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഏതു കാലത്ത് ഈ ആധുനിക ലോകത്ത് ഡിജിറ്റൽ യുഗം എന്ന് നമ്മൾ പറയുന്ന മനുഷ്യാവകാശത്തിൻ്റെ യുഗം, മൃഗാവകാശത്തിൻ്റെ യുഗം, ഒരു പട്ടിയോട് പോലും ഒരു വേപ്പട്ടിയെപ്പോലും കൊല്ലാൻ പാടില്ല എന്ന രീതിയിൽ നിയമമുള്ള ലോകക്രമം. അഥവാ ഒരു മൃഗത്തെപ്പോലും ഒരു പാമ്പിനെ പിടിച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാമ്പിനെ പിടിച്ചിട്ട് ആ പാമ്പിനെ കൊല്ലണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരിക്കലും പാടില്ല. വനം വകുപ്പ് അറിഞ്ഞാൽ നമ്മൾക്ക് തടവ് കിട്ടും, നിങ്ങൾക്ക് ജീവപര്യന്തം കിട്ടും, ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ലോകക്രമമുള്ള ഒരു ലോകമാണിത്. ഇത് എവിടെയും ഇങ്ങനെ തന്നെയാണ്. മാനിനെ വേട്ടയാടാൻ പാടില്ല, പക്ഷികളെ വേട്ടയാടാൻ പാടില്ല, മൃഗശാലയിൽ പോലും ചില ജീവികളെ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇത്രമാത്രം മനുഷ്യാവകാശവും മൃഗാവകാശവും വാനോളം ഉയർന്നു നിൽക്കുന്ന ഈ ഡിജിറ്റൽ ആധുനിക യുഗത്തിൽ ആലോചിച്ച് നോക്കൂ. ലബനാനിൻ്റെ തെരുവീതികളിൽ, ഗസയിലെ തെരുവീതികളിൽ എന്നും നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്ക്. ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുള്ള ആളുകൾ? ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, 6 മാസം പ്രായമുള്ളത് മുതൽ 3 മാസം പ്രായമുള്ളത് മുതൽ 15 ദിവസം പ്രായമുള്ളത് മുതൽ ഗർഭിണികളായിട്ടുള്ള യുവതികൾ, വയസ്സന്മാരായ രോഗികളായിട്ടുള്ള വൃദ്ധന്മാർ, കുഞ്ഞുങ്ങൾ, ആബാലവൃദ്ധൻ ജനങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകൾ, അതോടൊപ്പം തന്നെ എല്ലാ ആതുരാലയങ്ങൾ എല്ലാം ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും യാതൊരു പ്രശ്നവുമില്ല. അവരെ പിടിച്ചുകെട്ടാൻ, ഇസ്രായേൽ എന്ന തമ്മാടി രാഷ്ട്രത്തെ പിടിച്ചുകെട്ടാൻ ഒരു നിയമവുമില്ല. രക്ഷാസമിതി ശിക്ഷാസമിതിയായി. ആലോചിച്ച് നോക്ക്. മനുഷ്യാവകാശത്തിനും മൃഗാവകാശത്തിന് പോലും വില കൊടുക്കുന്ന നമുക്ക് മനുഷ്യാവകാശത്തിന് പുല്ലുവില. ആലോചിച്ച് നോക്ക്. ബേപ്പട്ടിയായി ഇസ്രായേൽ എന്ന നരാധമന്മാർ ഓടി നടക്കുന്നു. IDF-ന്റെ പട്ടാളത്തെ നോക്കണം. തിന്മകളുടെ അഥവാ നിഷ്ഠൂരതയുടെ കയ്യും കാലും കൊടുത്ത് IDF എന്ന് പറയുന്ന പട്ടാളക്കാർ ഹീനമായ പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുന്നു. ഒന്നും അവർക്ക് വലിപ്പമേറുന്നില്ല. യുദ്ധത്തിൽ എല്ലാം ആവാമെന്ന്, യുദ്ധം അവർക്ക് തോന്നിയതുപോലെ ചെയ്യാമെന്ന്, നോക്കണം, എന്തും ചെയ്യാമെന്ന്. യുദ്ധത്തിൻ്റെ മര്യാദകൾ, യുദ്ധം എങ്ങനെയാണ്? പാവപ്പെട്ട നിരപരാധികളെ വന്ന് ബോംബിട്ട് കൊല്ലുന്നത് യുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അരുത് എന്ന് പറയാൻ ഒരു രാജ്യങ്ങളുമില്ല. രക്ഷാസമിതിക്ക് നിർവീര്യമായിരിക്കുന്നു. വെറും നോക്കുകുത്തിയായി നോക്കു നിൽക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നതുണ്ട്. അതിന് പൊതുസഭയും രക്ഷാസമിതിയുമുണ്ട്. രക്ഷാസമിതിക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയുന്നില്ല. പൊതുസഭയിൽ നിന്ന് വരുന്ന ആ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കേണ്ടതുമില്ല. വല്ലതും നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അത് രക്ഷാസമിതി പ്രമേയം വഴിയാണ്. എന്നാൽ അതൊന്നും തന്നെ 40-ലേറെ പ്രമേയങ്ങൾ വലിച്ചു കീറി എറിയപ്പെട്ടിട്ടുള്ള സയനിസ്റ്റുകൾക്ക് ആലോചിച്ച് നോക്കണം. രക്ഷാസമിതി പാസ്സാക്കുന്ന പ്രമേയങ്ങൾ പോലും യാതൊരു കടലാസു തുല്യം മാത്രമാണ് അവരെ സംബന്ധിച്ച്. അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട നിരപരാധികളെ കൊന്നു തള്ളുന്നത് കാണുമ്പോൾ തൊട്ടടുത്തുള്ള സഹോദര രാജ്യമായ അറബികൾക്ക്, ഓതർ ഇസ്ലാമിക് കൺട്രീസിന് നോക്കണം, അതോടൊപ്പം തന്നെ ഒരൊറ്റ മുസ്ലിം രാജ്യത്തിനും യാതൊന്നും അത് ഞങ്ങളെ ബാധിക്കുന്ന അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നത് നോക്കണം. കേവലം ഒരു നമസ്കാരവും നോമ്പും ഒരു സക്കാത്തും ഹജ്ജും കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് യാതൊരു കടമയുമില്ലെന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഗസയിലെയും ഈ ലബനാനിലെയും അതുപോലെയുള്ള മറ്റു നിരപരാധികളായ ആളുകളെ മുഴുവൻ കൊന്നുതള്ളി ഇറാന്റെ പരമോന്നത നേതാക്കളെ കൊല്ലുന്നു നോക്കണം. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ ആളുകളെ കൊല്ലുന്നു, ഹമാസിന്റെ നേതാക്കളെ കൊല്ലുന്നു. നേതാക്കളെ മാത്രമല്ല നിരപരാധികളായ ആബാലവൃദ്ധൻ ജനങ്ങളെ കൊല്ലുന്നു. ആലോചിച്ച് നോക്കണം. എല്ലാവരും നിർവീര്യമാണ്. അന്താരാഷ്ട്ര കോടതിക്ക് യാതൊരു അധികാരവുമില്ലെന്ന് പറയുന്നു. ആലോചിച്ച് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാമ്പിനെ പോലും വീട്ടിൽ നിന്ന് കൊണ്ടുപോയാൽ അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ആ നിയമമുള്ള ലോകത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും ഗർഭിണികളും സ്ത്രീകളും കൊല്ലപ്പെടുമ്പോൾ അതിന് യാതൊരു അരുത് കാട്ടാള എന്ന് പറയാൻ ആരുമില്ലാതെ എല്ലാവരും നോക്കുകുത്തികളായി നിൽക്കുന്നു. നഹൂദുബില്ല. എന്തൊരു കാലക്രമമാണിത്, എന്തൊരു അവസ്ഥയാണിത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിനൊന്നും മറുപടിയില്ല.
നാളെ ഒരു പരലോകമില്ല എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എന്ത് നിരർത്ഥകമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ വൈദൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദൻബിൻ ഖുതിലത്ത്, എന്തൊരു കുറ്റത്തിനാണ് ഈ നിരപരാധികളായ ആളുകളെ കൊല ചെയ്തത് എന്ന് ചോദിക്കാൻ ദുനിയാവിൽ ഇനി യാതൊരു സാധ്യതയുമില്ല. തീർച്ചയായിട്ടും അത് പരലോകത്ത് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ആലോചിച്ച് നോക്കൂ, നാഴികക്ക് 40 വട്ടം അറബികൾ പോകുന്നത് അമേരിക്കയിലേക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കുമാണ്. ആ ഇസ്രായേൽ നെതന്യാഹുവിനോട് അല്ലെങ്കിൽ ബൈഡനോട് ആത്മാർത്ഥമായി ഒരു സൗദി രാജാവ് മാത്രം വിചാരിച്ചാൽ ഒരു ഫോൺ കോൾ കൊണ്ട് തടയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ആ നിരപരാധികളെ കൊല്ലുന്നത് ഒന്ന് നിർത്തണമെന്ന്. പക്ഷേ അവർക്ക് കഴിയുന്നില്ല. അവർ വെറുതെയെങ്കിലും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തോ പറയുന്നുണ്ട്. ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ എന്നാണ് എല്ലാ സമയത്തും സൗദി അറേബ്യയുടെയും അറബ് രാജ്യങ്ങളുടെയും ടെലിവിഷനിൽ നിന്നും റേഡിയോകളിൽ നിന്നും മുഴങ്ങി കേൾക്കുന്നത്. എന്താ ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ? 2 ഭവനങ്ങളുടെ സേവകന്മാർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മസ്ജിദുൽ നബവി പള്ളിയുടെയും മസ്ജിദുൽ ഹറാം പള്ളിയുടെയും സേവകനും ദാസനുമായിട്ടുള്ളവനാണത്രേ സൽമാൻ രാജാവ് എന്നാണ് ആ വാർത്തയിൽ എപ്പോഴും വിളിച്ചു പറയുന്നത്. മറുത്തൊന്നും തന്നെ അവർക്ക് അവിടെ പറയാൻ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവനില്ലാതായിത്തീരുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അള്ളാഹുവേ, നീ പാവങ്ങളായ ഈ നിരാലംബരായ ആളുകളെ നീ സഹായിക്കണമേ. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في لبنان، اللهم انصر إخواننا في لبنان، اللهم انصر إخواننا في لبنان، اللهم انصر إخواننا في كل مكان. اللهم سلم مدارسنا ومساجدنا من أيدي الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين واليهود والنصارى. آمين آمين برحمتك يا أرحم الراحمين.